മാന്യ സ്നേഹിതർക്ക് വന്ദനം. കഴിഞ്ഞ ദിവസം മാരിയോ ജോസഫും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും ചേർന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. രണ്ടുപേരും വളരെ വികാരം നിർഭരരായി കരഞ്ഞുകൊണ്ട് അവർ ഈ വേലയിൽ നിന്ന്, സുവിശേഷ വേലയിൽ നിന്ന് തൽക്കാലത്തേക്ക് പിന്മാറുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരിക്കുന്നത് കണ്ടു. എനിക്ക് സന്തോഷം തോന്നി. ചിലരെനിക്ക് വീഡിയോ ഇട്ട് തന്നിട്ട് പറഞ്ഞു, സമാധാനമായല്ലോ, ഇവരെന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്കറിയില്ല. ശ്രീ മാരിയോ ജോസഫും കുടുംബവും ഉറക്കളച്ച് ചെയ്യുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾ നിർത്തലാക്കുകയല്ല ഞങ്ങളുടെ ചുമതല. അത് നിർത്തിക്കാണുമ്പോൾ സന്തോഷിക്കുവാൻ വേണ്ടും വൃത്തികെട്ട മനസ്സുള്ളവരല്ല ഞങ്ങൾ. ഞാൻ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ശ്രീ മാരിയോ ജോസഫിനെ ദൈവം വളരെയധികം സ്നേഹിക്കുന്നു. പക്ഷെ പാപം, അദ്ദേഹം ഒരു ക്യാൻസർ അതിജീവനക്കാരനാണ്. ആ വലിയ രോഗത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവനാണ് ആ മനുഷ്യൻ. അദ്ദേഹവും കുടുംബവും ഉറക്കളച്ച് രാജ്യങ്ങൾ യാത്ര ചെയ്ത് ചെയ്യുന്ന വേല കറക്റ്റ് ട്രാക്കിൽ കർത്താവിന് വേണ്ടി ആയിരുന്നെങ്കിൽ വിജയകരമായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ ദൗർഭാഗ്യവശാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെകുത്താന്റെ അടിമപ്പണിയാണ്. ആ മനുഷ്യനത് അറിയുന്നില്ല. അപ്പോൾ അദ്ദേഹം അറിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷയം. അദ്ദേഹം ഇസ്ലാം ആയിരുന്നപ്പോൾ 18 വയസ്സ് വരെ അദ്ദേഹം ഇസ്ലാം ആയിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വീഡിയോസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും. അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്രേ യേശുക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തത് ഖുറാനിലെ ഈസാ നബിയാണ്. അവിടെയാണ് നമ്മുടെ പ്രശ്നം ആരംഭിക്കുന്നത്. അള്ളാഹുവിനോ നബിക്കോ പരിചയപ്പെടുത്താൻ കഴിയുന്ന യേശു വിശുദ്ധ വേദപുസ്തകത്തിലെ യേശു അല്ല. വിശുദ്ധ വേദപുസ്തകത്തിലെ യേശുവിന് പകരക്കാരനായി, അല്ലെങ്കിൽ തിരുവെഴുത്തിലെ യേശുക്രിസ്തുവിനെ മറയ്ക്കുവാൻ വേണ്ടി ഇസ്ലാം മുൻപിലേക്ക് വച്ചിരിക്കുന്ന ഒരു വ്യാജ ക്രിസ്തുവാണ് ഖുറാനിലെ ക്രിസ്തു. ഖുറാനിലെ ക്രിസ്തു എന്ന് പറയാനൊക്കില്ല, ഖുറാനിലെ നബി, ഈസാ നബി. ഖുറാനിലെ ഈസാ നബിയും വിശുദ്ധ വേദപുസ്തകത്തിലെ യേശു ക്രിസ്തുവും രണ്ടാണ്. ഒരു പടി മാറ്റി പറഞ്ഞാൽ, ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഒരു അവതാരങ്ങൾക്കും വിശുദ്ധ വേദപുസ്തകത്തിലെ വ്യക്തികളുമായി യാതൊരു ബന്ധവുമില്ല. അതിന് അബ്രഹാം ആയാലും ഇസഹാക്കായാലും യാക്കോബായാലും ആരായാലും ഖുറാൻ തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് നമ്മൾ എടുത്തു പറയാൻ കാരണം. ആദ്യമേ ഇവിടെ ഒറിജിനൽ ഉണ്ട്. അപ്പോൾ അതിന്റെ രൂപമാറ്റം വരുത്തി വ്യാജ രൂപത്തിൽ ഇറക്കിക്കൊണ്ട് ആദം മുതലുള്ള എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതിന് കാരണം ക്രിസ്തുവിനെ ഇതിനകത്ത് കൊണ്ടുവന്ന് ക്രിസ്തു വന്നതിന്റെ ഉദ്ദേശം ഇവർക്ക് ഇല്ലാതാക്കണം. ക്രിസ്തു വന്നത് സ്വർഗത്തിലെ ദൂതന്മാർ പോലും വന്നാൽ ചെയ്യാൻ കഴിയാത്തൊരു വലിയ കാര്യം ചെയ്യാനാണ്. ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപം നിമിത്തം പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ക്രിസ്തു ഇത്രയും വേദനപ്പെട്ട് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കുകയാണ്. നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ച് മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് ആ വലിയ ദൗത്യം പൂർത്തിയാക്കി ക്രിസ്തു കല്ലറയിൽ നിന്ന് കരേറി സ്വർഗാരോഹണം ചെയ്യുമ്പോൾ പിശാചിന്റെ അവസാനത്തെ ആയുധം വരെ നിരായുധീകരിക്കപ്പെടുകയാണ്. അതിന്റെ ശക്തി തകരുകയാണ്. അടുത്ത പിശാചിന് ഒന്നേ ചെയ്യാൻ നിവർത്തിയുള്ളൂ, രക്ഷകനായ ക്രിസ്തുവിന് പകരം വ്യാജക്കാരനെ അല്ലെങ്കിൽ ഒരു വ്യാജനെ അവതരിപ്പിക്കുക. അതിൽ പിശാച് വിജയിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ക്രിസ്തു ക്രൂശിൽ മരിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നീ ദൈവപുത്രനാണെങ്കിൽ കല്ലപ്പമാക്കുവാനും, ഏറ്റവും ഒടുവിൽ ക്രൂശിൽ കർത്താവ് കിടക്കുമ്പോൾ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വരുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിനെ ആ ചുമതലയിൽ നിന്ന് പിന്നോട്ടടിക്കാൻ പിശാച് ഭഗീരഥ പ്രയത്നം ചെയ്തിട്ടും നടക്കാതെ പോയി. എന്നാൽ
ദുരുപദേശം കടത്തിവിടുന്നത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് പകരക്കാരനായി മറ്റൊരാളെ പ്രസന്റ് ചെയ്തുകൊണ്ട് ജനത്തെ പരാജയപ്പെടുത്തുന്നതിൽ ചെകുത്താൻ വിജയിച്ചു. അതിൽ ഒന്നാണ് കാത്തലിക്, രണ്ടാണ് ഇസ്ലാം. ഇനി ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇവര് പ്രസന്റ് ചെയ്യുന്ന ക്രിസ്തു തിരുവഴുത്തിലെ ക്രിസ്തു അല്ലെങ്കിൽ അത് മറ്റൊരു ക്രിസ്തുവാണ്, അത് മറ്റൊരു ആത്മാവാണ്, അത് മറ്റൊരു സുവിശേഷമാണ്. അതൊരു അപകടം പിടിച്ച കാര്യമാണ്. ഇവിടെ മാരിയോ ആദ്യം നിന്നിരുന്നതും ക്രിസ്തു ഒരു പ്രവാചകനാണെന്നും ക്രിസ്തുവിന്റെ ശിഷ്യനായി വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി എന്നും അവരുടെ കിതാബിനെ പ്രസംഗിക്കുകയായിരുന്നു മാരിയോയുടെ ജോലി. ക്രിസ്തു ആര് എന്ന് ജനം ചോദിച്ച ചോദ്യത്തിന് മറുപടി മാരിയോ ആരാഞ്ഞത് അള്ളാഹുവിനോടാണ്. എന്ന് പറഞ്ഞാൽ യഹോവയ്ക്ക് പകരക്കാരനായി മുഹമ്മദ് കൊണ്ട് അവതരിപ്പിച്ച ഖുറൈശി ദേവനോടാണ് ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഖുറൈശി ദൈവം ഇയാൾക്ക് കാണിച്ചു കൊടുക്കുന്നതും ഖുറാനിലെ നബിയെയാണ്. അത് കണ്ടതുകൊണ്ട് കാര്യമില്ലല്ലോ. അവിടെ നിന്ന് അയാൾ രക്ഷപ്പെട്ടു. ബൈബിൾ ഖുറാൻ വായിക്കുമ്പോൾ എവിടെയോ കണ്ടുപോലും നിങ്ങൾ വേദക്കാരോട് ചോദിക്കണം ഇതിന്റെ ബാക്കി, അല്ലെങ്കിൽ സംശയമുണ്ടെങ്കിൽ വേദക്കാരോട് ചോദിക്കണം. സംശയം ചോദിക്കാൻ വേണ്ടി വേദക്കാരുടെ കൂടെ കൂടി അവിടെയാണ് ഇയാൾക്ക് തെറ്റുപറ്റിയത്. യേശു പ്രവാചകനാണെന്നും യേശുവിന്റെ അടുത്തു വന്ന പ്രവാചകനാണ് താനെന്നും അഭിമാനിച്ചുകൊണ്ട് വന്ന വ്യാജ പ്രവാചകനായ മുഹമ്മദിന്റെ ഗ്രൂപ്പിൽ നിന്ന് നേരെ ചാടിക്കൊടുത്തത് യേശുവിന്റെ അപ്പോസ്തലന്മാരുടെ പിന്തുടർച്ചക്കാരാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന വ്യാജ അപ്പോസ്തലന്മാരുടെ ഇടയിലാണ്. ഇത് രണ്ടും സെയിം ഇഫക്റ്റ് ആണ്. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ, അതുകൊണ്ട് അവന്റെ ശുശ്രൂഷകന്മാർ നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം ധരിച്ചാൽ അതിൽ എന്താണ് ആശ്ചര്യം എന്ന് പൗലോസ് ചോദിക്കുന്നത് പോലെ യേശുവിന്റെ ശിഷ്യന്മാരായ ഒരപ്പോസ്തലന്റെയും യോഗ്യതയില്ലാത്തതും അപ്പോസ്തലന്മാരുടെ ഉപദേശവുമായി പുലബന്ധം പോലും ഇല്ലാത്തതുമായ ഉപദേശ സംഹിതകൾ അടങ്ങിയ ഗ്രന്ഥങ്ങളെ അനുകരിക്കുന്ന വ്യാജ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ മാരിയോ ചെന്നുപെട്ടു. അവിടെയാണ് മാരിയോ വെള്ളം കുടിക്കുന്നത്. മാരിയോ ഇപ്പോ ആ അപ്പോസ്തലന്മാർ കൊടുത്ത ഉപദേശം അനുസരിച്ച്, കാരണം അവിടെ ഭയങ്കര കൗൺസിൽ നടക്കുകയാണ്, മാരിയോ പുറത്താക്കണം. മാരിയോയോട് അടുപ്പമുള്ള ചില അച്ഛന്മാർ അതിനകത്തുണ്ട്. അവർ പറഞ്ഞു കൊടുത്ത ഐഡിയയാണ് തൽക്കാലത്തേക്ക് മാരിയോ ശുശ്രൂഷയിൽ നിന്ന് മാറി നിൽക്കുന്നുവെന്ന് സ്വന്തമായി പറഞ്ഞ് മാറി നിന്നു. അപ്പോൾ ഈ വിഷയങ്ങളൊന്ന് കെട്ടടങ്ങും, പിന്നീട് പതിയെ കയറിക്കോളൂ എന്നുള്ള നിർദ്ദേശം അദ്ദേഹത്തിന് കിട്ടിയത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ബുദ്ധിപൂർവം ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഞാൻ ശുശ്രൂഷയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അങ്ങനെ ആക്ഷൻ ഉണ്ടാകാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തിരിച്ച് പതിയെ അകത്തേക്ക് കയറാം എന്നുള്ളതാണ് ഇതിനകത്തുള്ള കാര്യം. രാജ്യങ്ങൾ മുഴുവൻ യാത്ര ചെയ്ത് സുവിശേഷ പ്രവർത്തനം എന്ന മട്ടിൽ ഇപ്പോൾ മാരിയോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം അറിയാതെ വ്യാജ അപ്പോസ്തലന്മാരുടെ വ്യാജോപദേശമാണ്. ഇപ്പോഴും ബഹുമാനപ്പെട്ട മാരിയോ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒറിജിനൽ ക്രിസ്തുവിനെ അല്ല. ഇവിടെയാണ് മാരിയോ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത്. മാരിയോക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മാരിയോ ഇന്ന് ഉൾപ്പെട്ടു നിൽക്കുന്ന സഭ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മാരിയോ കുറച്ചുകൂടി വിശദീകരിച്ച് പഠിക്കൂ, ബൈബിൾ എടുത്തു വെച്ച് പഠിക്കൂ. താങ്കൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സംവിധാനം ഇസ്ലാമിനോളം ഉയർച്ചയുള്ള സംവിധാനമാണ്. ഇസ്ലാമിനെ പോലെ നിൽക്കുന്ന ഒരു മതസംവിധാനമാണ്. അതിന് ക്രിസ്തുവുമായി ബന്ധമില്ലെന്ന് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മാരിയയുടെ മാനസാന്തരം അപകടത്തിലേക്ക് തന്നെയാണ് എന്നതിന് സംശയം വേണ്ട. എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് എന്ന് പറയുന്നത് പോലെ മാത്രമേ അതിന് വ്യത്യാസമുള്ളൂ. ഇത് പണ്ടും ഉണ്ടായിരുന്നു മാരിയോ എന്ന് പറഞ്ഞാൽ എഫെസോസിന് ദൂത് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് കളവായി പറയുന്നവരെ എഫെസോസിലെ സഭ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടറിഞ്ഞതും. അപ്പോൾ അന്ന് തന്നെ വ്യാജ അപ്പോസ്തലന്മാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ തിരുവെഴുത്തിനെ വെച്ച് പഠിക്കുക. ഇന്ന് നടക്കുന്ന അപ്പോസ്തലന്മാരെ അവന്മാരുടെ ഉപദേശത്തെ നിങ്ങൾ ഗ്രഹിക്കുക. നിങ്ങളെ ഇസ്ലാം എന്ന വ്യാജമതത്തിൽ നിന്ന് രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത് കർത്താവാണ്. പക്ഷേ വഴിയിൽ നിങ്ങൾ ഒരൽപ്പം തെറ്റിപ്പോയി. അവിടേക്ക് തിരിച്ചു പോയിട്ടൊരു മാനസാന്തരത്തിന് തയ്യാറായാൽ നിങ്ങൾ സുവിശേഷ പ്രവർത്തനം നിർത്തേണ്ടി വരില്ല. നിങ്ങൾക്ക് ആ പ്രവർത്തനം ആരംഭിക്കുവാൻ കഴിയും. സുവിശേഷ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ സമൂഹത്തിന്, ജനത്തിന് അല്പം ഗുണം ചെയ്യുമെങ്കിലും ഒരെണ്ണത്തെ പോലും സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ കഴിയില്ല മാരിയോ. ഒരെണ്ണത്തെ പോലും കൊണ്ടുപോകുവാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഉറക്കളച്ച് നിങ്ങളും സമൂഹവും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ
നിങ്ങൾക്കും ഗുണം ചെയ്യില്ല, കർത്താവിനും ഗുണം ചെയ്യില്ല. അതുകൊണ്ട് മാരിയോ, പ്ലീസ് തിങ്ക് ട്വൈസ്, എഗൈൻ ആൻഡ് എഗൈൻ ട്രൈ ടു തിങ്ക്. പിന്നെ നിങ്ങൾ ചിന്തിക്കൂ, തിരുവെഴുത്ത് വെച്ച് വായിക്കൂ, ഒരു 10-20 ദിവസം നിങ്ങൾ മാറിയിരുന്ന് പ്രാർത്ഥിക്കൂ. നിങ്ങൾ ബൈബിൾ വായിക്കാൻ തയ്യാറാകൂ. മറിയത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകരുത്. സാക്ഷാൽ ക്രിസ്തുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങൾക്ക് കർത്താവ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരും. ഞാൻ ഒരു പദം കൂടി പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. താങ്കൾ ചെയ്തിരുന്നത് പോലെ, താങ്കൾ ചെയ്തിരുന്നത് യേശുക്രിസ്തു ദൈവമല്ല, യേശു ദൈവപുത്രനല്ല, ബൈബിൾ തിരുവചനമല്ല എന്ന് പ്രസംഗിച്ച് നടക്കുകയാണ് ചെയ്തിരുന്നത്. ഈ സെയിം കാര്യം അന്ന് ബൈബിൾ ആയിട്ടില്ല ചെയ്തിരുന്നൊരു മനുഷ്യനാണ് പൗലോസ്. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മാർഗത്തിലുള്ളവരെ വീട്ടിൽ ചെന്ന് പിടിച്ചുകൊണ്ട് വന്ന് കൊന്നുകളയുന്നതായിരുന്നു ശൗലിന്റെ പരിപാടി. ആ ശൗലിനെ കർത്താവ് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് സന്ദർശിക്കുകയാണ്. സന്ദർശനം ലഭ്യമായ ഉടനെ പൗലോസ് നേരെ കള്ള അപ്പോസ്തലന്മാരോട് ചോദിക്കാൻ പോയില്ല, ഒറിജിനൽ അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോലും പോയില്ല. അവിടെയാണ് പൗലോസ് വിജയിച്ചത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാർക്കും സഹോദരന്മാരും ഗലാത്യ സഭകർക്ക് എഴുതുന്നത്. കണ്ടോ? അപ്പൊ മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല. ഈ അപ്പോസ്തലിക പൗരോഹിത്യം അല്ലെങ്കിൽ അതിന്റെ പാരമ്പര്യം എനിക്ക് പിടിച്ചിട്ടില്ല, എനിക്ക് എന്റെ ആവശ്യമില്ല. ഞാൻ ദൈവത്താൽ രക്ഷിക്കപ്പെട്ടവനാണ്. ഇനി കേട്ടോണം. പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ആധികാരികമായി പറയുകയാണ്, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. കണ്ടോ? ഇസ്ലാമിൽ നിന്ന് ചാടി ഇറങ്ങി വന്ന ശ്രീ മാരിയോ ഇന്ന് വേറൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞുപോയി, മറിയയിലേക്ക് ചെന്ന് വീണുപോയി എന്നതിൽ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. കണ്ടോ? മറിച്ചു കളയുക. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അങ്ങനാണെങ്കിൽ ഈ മറിയ ഭക്തിയും കൊണ്ട് നാടുനീളെ പ്രസംഗിക്കാൻ നടക്കുന്ന മാരിയോ, താങ്കൾ ഒരു അപ്പോസ്തലനാണെന്ന് അവകാശപ്പെട്ടാൽ താങ്കൾ ശപിക്കപ്പെട്ടവനാണെന്ന് പൗലോസ് പറയുന്ന ഈ വാക്കിനെ താങ്കൾക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? താങ്കൾ ഇന്ന് ഏത് ഗ്രൂപ്പിലാണോ നിൽക്കുന്നത്, ആ ഗ്രൂപ്പുകാർ വ്യാജ അപ്പോസ്തലന്മാരാണെന്ന് ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അല്ല എന്ന് തെളിയിക്കാൻ വേദ അടിസ്ഥാനത്തിൽ മാരിയോ താങ്കൾക്ക് കഴിയുമോ? അടുത്ത് പറയാൻ, ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിരോധമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. 10-ാം വാക്യം. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കയല്ല. കണ്ടോ? ദാസനായിരിക്കയില്ല. മാരിയോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ സന്തോഷിപ്പിക്കലാണ്. ഈ അച്ഛന്മാര് പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഞാൻ ഇനി കുറച്ചു ദിവസത്തേക്ക് സുവിശേഷം പ്രസംഗിക്കില്ല, മാറി നിന്നിട്ട് പിന്നീട് കയറാൻ ശ്രമിക്കുകയാണ്. ശ്രീ മാരിയോ, യു റീഡ് ദ ബൈബിൾ, മെഡിറ്റേറ്റ് ഓൺ ഇറ്റ്. കർത്താവ് നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരും. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. ഈ വെളിപ്പാടിനാൽ ഈ ദിവസങ്ങളിൽ മാരിയോ ജോസഫ് നിറയണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്കൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ മതത്തിൽ നിന്ന് താങ്കൾ പുറത്തു പോകണം. താങ്കൾ മാനസാന്തരപ്പെടണം. താങ്കളും കുടുംബവും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും തിരുസന്നിധിയിൽ പ്രസാദകരമായി മാറണമെങ്കിൽ താങ്കൾ മാനസാന്തരപ്പെടണം. ഇസ്ലാമിൽ നിന്ന് 18 കൊല്ലം താങ്കൾ എന്താണോ ചെയ്തത് അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമായതല്ല ഇന്ന് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ ചർച്ചകൾ നടക്കുന്നു. താങ്കൾ ഇനി ഇസ്ലാമിലേക്ക് മടങ്ങിപ്പോകുമോ? താങ്കൾ ഇസ്ലാമിലേക്ക് മടങ്ങിപ്പോയാലും ക്രിസ്തു മതത്തിൽ തന്നെ നിന്നാലും താങ്കൾ ചെയ്യുന്നത് സെയിം ഇഫക്റ്റ് തന്നെയാണ്. അതിൽ നിന്നൊരു മാനസാന്തരം താങ്കൾക്കുണ്ടാകണം. 13-ാം വാക്യം ഇങ്ങനെ പറയുന്നു, യഹൂദ മതത്തിലെ എന്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കണ്ടോ?
യഹൂദ മതത്തിലെ നടപ്പ്. അടുത്ത് പറയുന്നു, ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എന്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. കണ്ടോ, അധികം മുതിരുകയും ചെയ്തു പോന്നു. താങ്കൾ ഇസ്ലാം ആയിരുന്നപ്പോഴും ഉഷാറായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ ക്രിസ്തു ദൈവമാണെന്ന് ഇടയിൽ കൂടി പറയുന്നു എന്നല്ലാതെ തിരുവെടുത്ത് പറയുന്നതനുസരിച്ച് താങ്കൾക്ക് മുമ്പിലേക്ക് പോകുന്നില്ല. താങ്കളും കൊന്ത നെക്കി നടക്കുന്ന ഒരനുഭവത്തിലേക്ക് പതറിപ്പോയിരിക്കുന്നു. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവൻ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായിരുന്നവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. കണ്ടോ, എത്ര മനോഹരമായി കാര്യം പറയുന്നു. ഒറിജിനലായിട്ട് അവിടെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോലും ചെന്ന് ഉപദേശം കേൾക്കാൻ നിന്നില്ല. ദൈവം കൊടുത്ത വെളിപ്പാടനുസരിച്ച് അദ്ദേഹം യാത്ര ചെയ്യുകയാണ് ഉണ്ടായത്. ശ്രീ മാരിയോ, താങ്കളുടെ മുമ്പിൽ നിന്നിരുന്ന വ്യാജ അപ്പോസ്തലന്മാരുടെ അടുക്കൽ ചെന്ന് ഉപദേശം കേൾക്കാൻ താങ്കൾ പോയത് കൊണ്ടാണ് താങ്കൾക്ക് കെണിയുണ്ടായത്. പ്രസംഗത്തിന്റെ പ്രാരംഭകാലം മുതൽ സാക്ഷ്യത്തിൽ താങ്കൾ ഓർപ്പിച്ചു എന്ന് താങ്കൾ തന്നെ പറഞ്ഞിരിക്കുന്നു. മുഹമ്മദ് നബി എതിർ ക്രിസ്തുവാണെന്ന് താങ്കൾ അവതരിപ്പിച്ചപ്പോൾ അങ്ങനെ പറയരുതേ എന്ന് പള്ളിയിലച്ചൻ പറഞ്ഞു തന്നു. എന്താ കാര്യം? അവന്റെ തന്നെ വേറെ കുപ്പായമിട്ടവനാണ് താങ്കളുടെ മുമ്പിലിരുന്ന ആ ചെന്നായി എന്ന് താങ്കൾക്ക് മനസ്സിലായില്ല. ഇനിയും താങ്കൾക്ക് ഇത് മനസ്സിലാകുന്നെങ്കിൽ ഇറ്റ് ക്യാൻ ബി ദ ലാസ്റ്റ് ചാൻസ് ഫോർ യു. മാരിയോ, നിങ്ങളത് തിരിച്ചറിയണം. നിങ്ങൾ ഇനിയെങ്കിലും കണ്ണു തുറക്കൂ. ഇനിയെങ്കിലും നിങ്ങളൊന്ന് നോക്കൂ. ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ഇനി എന്തിനാ മാരിയോ നിങ്ങൾ ഈ മരിച്ചവരുടെ ഇടയിൽ കിടക്കുന്നത്? ഇനിയും നിങ്ങൾ ഉറക്കം നടിക്കരുത്. ഓപ്പൺ യുവർ ഐസ്. അതിനിടയിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങും. നിങ്ങളെ സ്നേഹിക്കുന്ന ക്രിസ്തു പുറത്തു നിൽപ്പുണ്ട്. അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. മാരിയോ, നിങ്ങൾ അവന്റെ ശബ്ദം കേട്ടാൽ അവൻ നിങ്ങളോടും നിങ്ങൾക്ക് അവനോടും കൂടി അത്താഴം കഴിക്കുവാൻ വകയുണ്ട്. നിങ്ങൾ കിടന്നിരുന്ന മേഖലയിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന കർത്താവിന് നിങ്ങളെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. നിങ്ങൾ മറ്റെവിടെയോ കയറിപ്പോയി ആരുടെയോ പണി പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മടങ്ങി വരൂ. കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലൂ. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ പോലും കാണുവാൻ അനുവാദം കിട്ടിയിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ ഒരു ഭാഗത്ത് ദുഃഖമുണ്ട്. കാരണം നിങ്ങൾ വില കൊടുത്ത് നിൽക്കുകയാണ്. പക്ഷെ വില കൊടുത്ത് നിന്നിട്ടും നിങ്ങൾക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എത്ര വലിയ ഖേദകരം. അതുകൊണ്ട് മാരിയോ, പ്ലീസ്, നിങ്ങളും കുടുംബവും ചെയ്യുന്ന ഈ വലിയ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് സന്തോഷകരമാണ്. ഇത് കാണുന്നത് സന്തോഷകരമാണ്. ഒരുപാട് പേരുടെ കണ്ണുനീർ തുടയ്ക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ എല്ലാവരുടെയും കണ്ണുനീർ തുടയ്ക്കുന്ന താങ്കൾ കണ്ണുനീരില്ലാത്ത നാട്ടിൽ ചെന്നില്ലെങ്കിൽ അത് ഖേദകരമല്ലേ സുഹൃത്തെ? ഒരിക്കലും കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത ഒന്നാമത്തെ കഷ്ടം കഴിഞ്ഞു പോകുന്ന ആ സ്ഥലത്തിൽ ദൈവത്തിന്റെ മക്കളായി താങ്കൾക്കും ചെല്ലുവാൻ കഴിയണം. ഇന്ന് താങ്കൾ നിൽക്കുന്നിടത്തുകൂടി യാത്ര ചെയ്താൽ ഒരിക്കലും ചെല്ലാനാവില്ല. ചിലപ്പോൾ താങ്കളെ യൗമാര് വിശുദ്ധരായി പ്രഖ്യാപിക്കുമായിരിക്കും. അതുകൊണ്ട് ഗുണമില്ല സുഹൃത്തെ. നിത്യതയ്ക്കെത്താൻ കഴിയണം. ഈ അശുദ്ധന്മാർ വിശുദ്ധനായി താങ്കളെ പ്രഖ്യാപിച്ചത് കൊണ്ട് ഗുണമില്ല. നിത്യതയ്ക്കെത്താൻ കഴിയണം. നിത്യതയ്ക്കെത്തുവാൻ ആവശ്യമായ തിരുവെഴുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്ന മാനസാന്തരവും സ്നാനവും പരിശുദ്ധാത്മാഭിഷേകവും ഒക്കെ പ്രാപിച്ച് മുൻപിലേക്ക് പോവുക. നിത്യതയ്ക്കൊരുങ്ങുക. ആവശ്യമില്ലാത്തതിനെ ഓർത്ത് കരഞ്ഞും വിലപിച്ചും ഇരിക്കേണ്ട കാര്യമില്ല. വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കുക. ദൈവം താങ്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ.